നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2021 ഓഗസ്റ്റ് മാസത്തിലെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ അത് കറണ്ട് അഫയേഴ്സ് 2020, 2021 ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് ബാച്ച് കോഴ്സ് വെബ്കോ അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നവംബർ 4 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ചേർന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വെബ്കോ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. കോഴ്സിൽ എൻറോൾ ചെയ്യാനുള്ള ലിങ്കും മറ്റുമെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഒരു 120 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടി ആരംഭിക്കുകയാണ്. PSCയിൽ തുടക്കക്കാർക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കുകളുടെ ബേസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു കോഴ്സായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കും. കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയർ സെഷൻസും റിവിഷൻസും അതേപോലെ മോക്ക് ടെസ്റ്റുകളും സീരീസ് ടെസ്റ്റുകളും പഠിപ്പിക്കുന്ന എല്ലാ പോർഷൻസിനെയും PDF നോട്ട്സും അടങ്ങുന്നതാണ് അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CBSE വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേര് സഫൽ, സ്ട്രക്ചേർഡ് അസസ്മെൻറ്റ് ഫോർ അനാലിസിസ് ലേണിംഗ്. CBSE വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേരാണ് സഫൽ. CBSE വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? സഫൽ. പഠിക്കുക. CBSE വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? സഫൽ. ദെൻ ഇന്ത്യക്കാരായ ഏത് വിവാദ വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി അടുത്തിടെ പാപ്പരായി പ്രഖ്യാപിച്ചത്? ബാങ്ക്രപ്റ്റായിട്ട് പ്രഖ്യാപിച്ചു. ആരെയാണെന്ന് ചോദിച്ചാൽ അത് വിജയ് മല്യയാണ്. പഠിക്കുക. ഇന്ത്യക്കാരനായ ഏത് വിവാദ വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി അടുത്തിടെ പാപ്പരായി പ്രഖ്യാപിച്ചത്? വിജയ് മല്യ. ഇന്ത്യക്കാരനായ ഏത് വിവാദ വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി അടുത്തിടെ പാപ്പരായി പ്രഖ്യാപിച്ചത്? വിജയ് മല്യ. നെക്സ്റ്റ് പോയിന്റ്, US-ന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ അറ്റ് ലാർജ് ഒരു പദവിയാണ്. ഈ പദവിയിലേക്ക് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് റഷാദ് ഹുസൈൻ. റഷാദ് ഹുസൈൻ. പഠിക്കുക. US-ന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ അറ്റ് ലാർജ് ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാരെന്ന് ചോദിച്ചാലാണ്? റഷാദ് ഹുസൈൻ ആണ്. റഷാദ് ഹുസൈൻ. പഠിക്കുക. US-ന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ അറ്റ് ലാർജായി നിയമിതനായ ഇന്ത്യൻ വംശജനാരെന്ന് ചോദിച്ചാലാണ്? റഷാദ് ഹുസൈൻ. നെക്സ്റ്റ്, 56 വർഷത്തിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽപാത ഹൽദിബരി ചിലാഹട്ടി. ഹൽദിബരി ചിലാഹട്ടി റെയിൽപാതയാണ്. പഠിക്കുക. 56 വർഷത്തിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽപാത എന്ന് ചോദിച്ചതാണ്? ഹൽദിബരി ചിലാഹട്ടി. ഹൽദിബരി ചിലാഹട്ടി. 56 വർഷത്തിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽപാത ഹൽദിബരി ചിലാഹട്ടി. നെക്സ്റ്റ്, ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വിജയ് ഗോഖലെയാണ്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? വിജയ് ഗോഖലെ. മുൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് വിജയ് ഗോഖലെ. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? വിജയ് ഗോഖലെ. നെക്സ്റ്റ്, ഇന്ത്യയിൽ അടിയന്തര അനുമതി ലഭിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ജാൻസൺ എന്നാണ് അതിൻ്റെ പേര്. അമേരിക്കൻ കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ. ശ്രദ്ധിക്കുക, ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ അനുമതി ലഭിച്ച വാക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫൈസർ വാക്സിൻ എന്ന് ഞാൻ മിസ്റ്റേക്ക് കൊണ്ട് പറഞ്ഞിരുന്നു. അത് തിരുത്തി പഠിക്കണം. ഇന്ത്യയിൽ ഫസ്റ്റ് കോവിഷീൽഡ്, ദെൻ കോവാക്സിൻ, മൂന്നാമത് സ്പുട്നിക് വി, നാലാമത് മൊഡോണ എന്ന വാക്സിൻ, അഞ്ചാമത്തെ വാക്സിനാണ് ജാൻസൺ. ഇതാണ് ഓർഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഏതൊരു ക്ലാസ്സിൽ
ഫൈസർ വാക്സിൻ അനുമതി ലഭിച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് മിസ്റ്റേക്കാണ്, തിരുത്തി പഠിച്ചോണം. അപ്പോൾ ഇന്ത്യയിൽ അടിയന്തര അനുമതി ലഭിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് വാക്സിൻ്റെ പേരാണ് ജാൻസൺ. കോവിഷീൽഡ്, കോവാക്സിൻ, അതിനുശേഷം സ്പുട്നിക് വിക്കും മൊഡേണയ്ക്കുമാണ് ഇന്ത്യയിൽ ഇതുവരെ അനുമതി ലഭിച്ച വാക്സിനുകൾ. ദെൻ UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി വഹിച്ച എത്രാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? 1ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. പട്ടിക UN രക്ഷാസമിതിയുടെ അധ്യക്ഷത പദവി നമ്മൾ 2021 ഓഗസ്റ്റ് മാസത്തിൽ നമുക്കായിരുന്നു ആ പദവി. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി വഹിച്ച എത്രാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ചോദിച്ചാൽ 1ാമത്തെ പ്രധാനമന്ത്രിയാണ്. ദെൻ ഇന്ത്യയിൽ എവിടെയാണ് കീഴടങ്ങിയ മാവോവാദികളെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്? ദന്തേവാഡ, ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് കീഴടങ്ങിയ മാവോവാദികളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ചോദിച്ചാൽ ദന്തേവാഡ, ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് കീഴടങ്ങിയ മാവോവാദികളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്? ദന്തേവാഡ, ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ എവിടെയാണ് കീഴടങ്ങിയ മാവോവാദികളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്? ദന്തേവാഡ, ഛത്തീസ്ഗഡ്. നെക്സ്റ്റ്, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് സ്ഥാപിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഗൗതം ബുദ്ധ് നഗർ, നോയിഡ, ഉത്തർപ്രദേശിലാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് പുതിയതായിട്ട് സ്ഥാപിതമാകുന്ന എവിടെയാണ്? ഗൗതം ബുദ്ധ് നഗർ, നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. പഠിക്കുക, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് സ്ഥാപിതമാകുന്ന എവിടെയാണ്? ഗൗതം ബുദ്ധ് നഗർ, നോയിഡ. ദെൻ ഇന്ത്യയിലെ ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഹീറോസ് കണക്റ്റ്. പഠിക്കുക, ഇന്ത്യയിലെ ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്? ഹീറോസ് കണക്റ്റ്. ഇന്ത്യയിലെ ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഹീറോസ് കണക്റ്റ്. ഇന്ത്യയിലെ ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഹീറോസ് കണക്റ്റ്. ദെൻ അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ വികാസ്, എല്ലാവർക്കും അറിയാം. ഗഗൻയാൻ പദ്ധതിയെക്കുറിച്ച് പല ക്ലാസ്സുകളും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ ഏതാണ്? വികാസ്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ്റെ പേരാണെന്ത്? വികാസ്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ്റെ പേരാണെന്ത്? വികാസ്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ്റെ പേരാണെന്ത്? വികാസ്. നെക്സ്റ്റ്, കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് കിസാൻ സാരഥി. പഠിക്കുക, കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്? കിസാൻ സാരഥി. പഠിക്കുക, കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്? കിസാൻ സാരഥി. കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്? കിസാൻ സാരഥി. ദെൻ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ഒരു അഡീഷണൽ പോയിന്റാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ് കർണാടക. നെക്സ്റ്റ്, അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ ഇന്ത്യ നിർമ്മിച്ച ഏത് അണക്കെട്ട് തകർക്കാനുള്ള താലിബാൻ ശ്രമമാണ് സൈന്യം നിഷ്ഫലമാക്കിയത്? സൽമ അണക്കെട്ട്. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ ഇന്ത്യ നിർമ്മിച്ച ഏത് അണക്കെട്ട് തകർക്കാനുള്ള താലിബാൻ ശ്രമമാണ് സൈന്യം നിഷ്ഫലമാക്കിയത്? സൽമ അണക്കെട്ട്. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ ഇന്ത്യ നിർമ്മിച്ച ഏത് അണക്കെട്ട് തകർക്കാനുള്ള താലിബാൻ ശ്രമമാണ് സൈന്യം നിഷ്ഫലമാക്കിയത്? സൽമ അണക്കെട്ട്. ദെൻ വാട്സാപ്പിന് സമാനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് സന്ദേശ്. നമ്മളിതുപോലെ ട്വിറ്ററിന് പകരമായിട്ട് കൂ എന്ന ആപ്പിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതേപോലെ വാട്സാപ്പിന് സമാനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണെന്ത്? സന്ദേശ്. വാട്സാപ്പിന് സമാനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സന്ദേശ്. ദെൻ ദേശീയ കൈത്തറി ദിനം എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 7 ആണ്. നിലവിൽ നമ്മൾ ജാവലിൻ ത്രോ ഡേ ആയിട്ട് ഓഗസ്റ്റ് 7 പഠിച്ചിരുന്നു. ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് 7. രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. പഠിക്കുക, രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ് മഹാരാഷ്ട്ര. രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ദെൻ ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ സുധാമൂർത്തിയാണ്. പഠിക്കുക,
ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചതാരാണ്? സുധാമൂർത്തി. ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചതാരാണ്? സുധാമൂർത്തി. പഠിക്കുക, ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം രചിച്ചതാരാണ്? സുധാമൂർത്തി. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് സിറ്റി എന്ന വിശേഷണം ലഭിച്ചത് ഇൻഡോറിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് സിറ്റി എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഇൻഡോറിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് സിറ്റി എന്ന വിശേഷണം ലഭിച്ചത്. ദ എർത്ത് സ്പിന്നർ എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അനുരാധ റോയ്. പഠിക്കുക, ദ എർത്ത് സ്പിന്നർ എന്ന പുസ്തകം രചിച്ചതാരാണ്? അനുരാധ റോയി. ദ എർത്ത് സ്പിന്നർ എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അനുരാധ റോയി. അനുരാധ റോയി. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ലേ. ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നു? ലേയിലാണ്. ദെൻ സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ലഡാക്കിലാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന എവിടെയാണ്? ലഡാക്ക്. സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലഡാക്കിലാണ് സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. 2020 ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 122. ശ്രദ്ധിക്കുക, 2020 ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 122ഉം ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരുമാണ്. 2020 ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 122. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടിയുടെ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. എന്താണ് ആ പദ്ധതിയുടെ പേര്? ഗതിശക്തി. ശ്രദ്ധിക്കുക, അടിസ്ഥാന സൗകര്യത്തിന് 100 ലക്ഷം കോടിയുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണെന്ത്? ഗതിശക്തി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചാണ് ഗതിശക്തി. ദെൻ അടുത്തിടെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യൻ ബാങ്ക് ഏത് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക് ആണ്. പഠിക്കുക, അടുത്തിടെ ISR അംഗീകാരം ലഭിച്ച ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണ്. അപ്പോൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതും ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഇത്രയും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. CBSE വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു? സഫൽ. കിട്ടിയല്ലോ. ഇന്ത്യക്കാരനായ ഏത് വിവാദ വ്യവസായിയാണ് ബ്രിട്ടീഷ് കോടതി അടുത്തിടെ പാപ്പരായി പ്രഖ്യാപിച്ചത്? വിജയ് മല്യ. ദെൻ US അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ അറ്റ് ലാർജായി നിയമിതനായ ഇന്ത്യൻ വംശജനാരായിരുന്നു? റഷാദ് ഹുസൈൻ. കിട്ടുന്നുണ്ടല്ലോ. 56 വർഷത്തിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽപാത എന്തായിരുന്നു ഇതിൻ്റെ പേര്? ഹൽദിബരി ചിലാഹട്ടി. പേര് കിട്ടുന്നുണ്ടോ? ഹൽദിഹരി ചിലാഹട്ടി. ദ ലോങ് ഗെയിം, ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം ആര് രചിച്ചു? വിജയ് ഗോഖലെ. ഇന്ത്യയിൽ അടിയന്തരമായി അനുമതി ലഭിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് വാക്സിൻ്റെ പേരാണെന്ത്? ജാൻസൺ. കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് വി, മൊഡോണ എന്നീ വാക്സിനുകൾക്ക് ശേഷമാണിത് ലഭിക്കുന്നത്. UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി വഹിച്ച എത്രാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? 1. ഇന്ത്യയിൽ എവിടെയാണ് കീഴടങ്ങിയ മാവോവാദികളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്? കിട്ടുന്നുണ്ടോ? ദന്തേവാഡ, ഛത്തീസ്ഗഡിലാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ് സ്ഥാപിതമാകുന്ന എവിടെയാണ്? ഗൗതം ബുദ്ധ നഗർ, നോയിഡ. ഇന്ത്യയിൽ ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്? ഹീറോസ് കണക്റ്റ്. അടുത്തിടെ ISR വിജയകരമായി പരീക്ഷിച്ച ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ റോക്കറ്റ് എഞ്ചിൻ്റെ പേരെന്താണ്? വികാസ്. കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? കിസാൻ സാരഥി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ ഇന്ത്യ നിർമ്മിച്ച ഏത് അണക്കെട്ട് തകർക്കാനുള്ള താലിബാൻ ശ്രമമാണ് സൈന്യം നിഷ്ഫലമാക്കിയത്? സൽമ അണക്കെട്ട്. വാട്സാപ്പിന് സമാനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്തായിരുന്നു? സന്ദേശ്. ദേശീയ കൈത്തറി ദിനം എന്നായിരുന്നു? ഓഗസ്റ്റ് 7. രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഹൗ ദ എർത്ത് ഗോട്ട് ഇറ്റ്സ് ബ്യൂട്ടി എന്ന പുസ്തകം ആര് രചിച്ചു? സുധാമൂർത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് സിറ്റി എന്ന വിശേഷണം ഏതിനാണ്? ഇൻഡോർ. ദ എർത്ത് സ്പിന്നർ എന്ന പുസ്തകം രചിച്ചതാരാണ്? അനുരാധ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നു? ലേ. സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. 2020 ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 122. ഒന്നാം സ്ഥാനത്താരായിരുന്നു? സിംഗപ്പൂർ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചു. എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര്? ഗതിശക്തി. അടുത്തിടെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്